രാവിലെ തന്നെ റെഡി ആയിട്ട് നമ്മൾ പോകുന്നത് ഒരു ക്ഷേത്രത്തിലോട്ടാണ്. ഞാൻ അതുകൊണ്ടൊരു സെറ്റ് സാരിയൊക്കെ കൊടുത്തു. ഇതൊരു അക്ഷരമാല സാരിയാണ് കേട്ടോ. അന്ന് സിംപ്ലി മൈസിൽ ഉണ്ണിയുടെ പേജിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള, ഓണത്തിന് വാങ്ങിച്ചിട്ടുള്ള ഒരു സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ സെറ്റായിട്ടുണ്ട്. 2 മണിക്കൂർ യാത്രയുണ്ട് നമ്മുടെ സ്ഥലത്ത് നിന്നും ഈ ഒരു ക്ഷേത്രത്തിലോട്ട്. അപ്പോൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, വള്ളിയങ്കാവ് ദേവി ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ. നമ്മൾ കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പ്ലസ് അവിടത്തെക്കുറിച്ച് കുറേ കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കാണാൻ ഒരു ആഗ്രഹം, പ്ലസ് നമുക്ക് ചെല്ലാനായിട്ടുള്ള സമയവുമായിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു നിയോഗമാണല്ലോ അല്ലേ? ഏത് ക്ഷേത്രത്തിലും എത്തിപ്പെടുന്നത് ഒരു നിയോഗം കൊണ്ടായിരിക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെയാണ് പോകുന്ന റൂട്ട്. പണ്ട് ഭയങ്കര പാടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിലെ റോഡുകളൊക്കെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എനിവേ നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ ഭയങ്കര മനോഹരമാണ് കേട്ടോ. നല്ല വ്യൂസാണ്. പിന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മുണ്ടക്കയത്തുള്ള അനുചേച്ചിയുടെ വീട്ടിലോട്ടാണ്. നമ്മുടെ നേരത്തെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്, ഇപ്പം നിലവിലില്ല കേട്ടോ. അപ്പോൾ ഈ വഴിയൊക്കെ കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി. ചേച്ചി ഇത്രയും ദൂരെ നിന്നാണ് എഫേർട്ട് എടുത്ത് ജോലിക്ക് വന്നുകൊണ്ടിരുന്നത്. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ വൈകിട്ടൊക്കെ ആണെങ്കിൽ ലേറ്റായിട്ടൊക്കെ പോകുന്ന സമയത്ത് നല്ല പാടാണല്ലോ, കാരണം അടുത്തൊന്നും വീടുകളില്ലല്ലോ, അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അങ്ങനെ ആണല്ലോ. അപ്പോൾ ശരിക്കും കണ്ടപ്പോൾ സങ്കടം തോന്നി കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവിടുത്തെ വ്യൂസിനെ കുറിച്ച് ഒന്നും പറയാനില്ല. എവിടെ തിരിഞ്ഞാലും ഓരോരോ കാണാനാണ്. ഒരുപാട് തണൽ മരങ്ങളുടെ നടുവിലാണ് നമ്മൾ. ഫുൾ ജാതിത്തോട്ടം, റബ്ബർ മരങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കാഴ്ചകളാണ് കേട്ടോ. പിന്നെ ആ ഏരിയയുടെ ഒരു പ്രത്യേകതയാണ്, അവിടെ ഒരു തണുപ്പ് എപ്പോഴും തോന്നിക്കുന്ന ഒരു പ്ലേസാണ്. ഒട്ടും ചൂട് ഏൽക്കാത്തൊരു സ്ഥലമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് പോരാനേ തോന്നുന്നില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആണ് പോകുന്നത് കേട്ടോ. ചേച്ചിയുടെ മോനാണ് ഇതെല്ലാം നമ്മളെ കൊണ്ട് നടന്ന് കാണിക്കുന്നത്, ആശറൂട്ടൻ. ആളത്ര ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. നമ്മുടെ സൂക്ഷ്മദർശിനി സിനിമയിൽ ബേസിലിൻ്റെ ചെറുപ്പകാലം അഭിനയിച്ചിട്ടുള്ള കുഞ്ഞാണേ. അതുപോലെ തന്നെ അവൻ കുറച്ച് റോളൊക്കെ ചെയ്തിട്ടുണ്ട് മൂവിയിൽ. ഞാനും എൻ്റെ ചേച്ചിയും അവരുടെ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചിനും ഭയങ്കര കൗതുകമായിരുന്നു, പിള്ളേരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. പിന്നെ മീൻകുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ തന്നെ അവർക്ക് കുക്കിങ്ങിനുള്ള അത്യാവശ്യം പച്ചക്കറികളും എല്ലാം അവിടെ നിന്ന് തന്നെയാണെന്ന് കേട്ടോ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് തേനീച്ചക്കൂട് കണ്ടത്. അങ്ങനെ ഒട്ടനവധി കാഴ്ചകൾക്കൊടുവിൽ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ നമ്മൾ പോരുന്ന വഴി കാഞ്ഞിരപ്പള്ളിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ജ്യൂസിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നേ. പിന്നെ അവിടെ പോയിട്ട് നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസും ഷേക്കും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. നമ്മൾ കരിക്കിൻ്റെ ജ്യൂസും ഷേക്കും ഒക്കെ ട്രൈ ചെയ്തു. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ചാച്ചാ.